കളിക്കണമെങ്കിൽ മര്യാദയ്ക്ക് കളിക്കണം കേട്ടോ സാറേ, മനസ്സിലായ? ഇത് കഴുത കളിയാണ്. പടപട നിന്നല്ല കേട്ടോ സാറേ, പടപടേ നിന്നോണം, മനസ്സിലായില്ലേ? അല്ല 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 ഉശിരാ അല്ല അല്ല കളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എടാ നിനക്ക് കളി അറിഞ്ഞുടങ്ങി നീ കളഞ്ഞിട്ട് പോ. കുറെ നേരത്തെ തള്ളക്കം ആളി പീടി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കളിക്കാൻ അറിഞ്ഞുകൂടാ. എടാ എന്റെ നാട്ടിലെ പയ്യന്മാരോടും ചോദിച്ചു നോക്കണം. ഈ കളിയൊക്കെ കഴിഞ്ഞിട്ടേ അവന്മാരെന്നെ വിളിക്കുന്ന ഒരു പേരുണ്ടോ മോനെ? കളി 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 നീ ആ ബിജുവിന്റെ ബന്ധുവില്ലേ? അതെ. വിജയന്റെ ബന്ധു കളിയെ കളിക്കണം. വീട് എവിടെ? എന്റെ വീട് കാട്ടാക്കട. കാട്ടാക്കടയിലവിടെ? കാട്ടാക്കട ജംഗ്ഷൻ. ഓ അമേരിക്കൻ ജംഗ്ഷൻ കളിക്കണേ കളിടാ. അച്ഛന്റെ പേരെന്തോ? ജോക്കർ. എടാ ഗ്രീസ, കല്യാണം കഴിഞ്ഞിട്ട് 4-5 മാസമായല്ലോ ഡേ. അവർക്ക് വേറെ വിശേഷമൊന്നുമില്ലേ? ഒന്നും പറയണ്ട മച്ചണ്ടി. സർക്കാർ ആദ്യം പറഞ്ഞ് 1 മീറ്റർ അകലം പാലിക്കും, രണ്ടാമത് പറഞ്ഞ് 2 മീറ്റർ അകലം പാലിക്കും. ഇത് കേട്ടുകൊണ്ട് അവൾ അടിക്കുന്നു. ഇപ്പൊ ഫുൾ അകലം തന്നെ. എന്തായാലും ഞാൻ വീട്ടിൽ പോകണില്ല. പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആരെങ്കിലും ഉണ്ടാടെ ഇന്ന് കളിക്കാൻ? എന്തൊരു ചെട്ട് കളിക്കാൻ. സർക്കാർ എന്തിനാണ് കാണിക്കണം? ബാജി വരാൻ നിർത്തലേ. അവന് തലയിൽ ഒരു തൊപ്പി കൂടെ എടുത്ത് വെച്ചോറ. എന്തിന് പൊട്ടായി കളിക്കാൻ വന്നിരിക്കുന്നു. എന്താ പോന്നു നമ്മുടെ ബാഹുബലി ശശിയണ്ണല്ലേ ഇതാ വരണത്? ശശിയണ്ണ സുഖം തന്നെ. സുഖമാണ്. ഇവിടുത്തെ പോലെ അവിടെ ഒത്തിരി നേരം കിട്ടിയ ഒത്തിരി കാര്യം പറയും. അതാണ് അക്ഷരത്തിന്റെ കഥയെന്ന് പറഞ്ഞ. എവിടെ വീട്ടിലാ പോണേ? ഇതാ ഇവിടെ വരെ അക്ഷരത്തിന്റെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ കഥ പറയാം. തലക്കോണം, നെയ്യാറ്റിൻകര, കണ്ണൂര്, മുക്കാലക്ക, പാടിച്ച, കുരവറ, നാക്ക് 4-5 ചൂണ്ടുവലക, ചെവി ചെലവൂര്, 10 കുണം ചെയ്യും. ഒന്നാംകുണം, കാരക്കോണം, പേരേക്കോണം, അരുവട്ടോണം, തേവരോണം, പണ്ടാരംകുണം, ചായ്ക്കോട്ടോണം, നിർവാലിക്കോണം, അന്തിർക്കോണം. അണ്ണന്റെ തലയിൽ വൈറസ് കയറിയെന്ന് തോന്നുന്നു. മൊത്തം അടിച്ചു പോയി. ആ പോലും കിട്ടിയാ മാമ. അതിൻ്റെ കാര്യം പറഞ്ഞാൽ പിന്നെ 10 കുണമല്ല 10 കുണം. അതാണ് കുണം. അത് പിന്നെ മൂലക്കുണം തൊട്ട് തലക്കുണം വരെ എനിക്ക് അവൻ്റെ കുണം തന്നെ. അതാണ് അവസാനം പോലെ അന്തിർക്കണം. വീട്ടിൽ പോവാൻ നോക്കി. നാഴിക പോകും, കാലങ്ങൾ കടന്നിടും, കാലെന്നെ അണഞ്ഞിടും. കാലൻ്റെ വരവിന് നാളെ അതൊന്നും ഉറവില്ല, എപ്പോഴും സംഭവിക്കാം. അതാണിപ്പോൾ 2 അടി. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും സംഭവിക്കില്ല മാമാ. ശശിയണ്ണ എങ്ങോട്ട് പോയാ? ആരുടെ അണ്ണേ? വീട്ടിൽ പോടെ മൊണ്ണേ. സാറേ മിമിക്രി വിളിച്ച് നടക്കണ അനീഷല്ലേ പറഞ്ഞത്? അനീഷ് തേങ്ങ കളിക്കണേ കളിയടേ.
അവനെല്ലാം കൊറോണ ബാധിച്ച് ആരോഗ്യ പ്രവർത്തകർ പിടിച്ചോണ്ട് പോയത്. അവൻ്റെ അടുത്ത് ആര് പുറത്തിറങ്ങി നടക്കാൻ പറഞ്ഞു? അവൻ നാട്ടുകാർക്ക് മൊത്തം അസുഖം കൊടുക്കാൻ ഇറങ്ങിയെന്നാ. കൊറോണ വൈറസ് അല്ലെങ്കിൽ COVID-19 ഇന്ന് നമ്മുടെ രാജ്യം മുഴുവൻ പോരാടുകയാണ്. നമ്മുടെ പോരാട്ടം രോഗത്തോടാണ്, രോഗികളോടല്ല. അവരോട് വിവേചനം പാടില്ല. അവർക്ക് വേണ്ടത് പരിചരണമാണ്. നമുക്ക് കവചങ്ങളായ നമ്മുടെ ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ, ശുചീകരണ തൊഴിലാളികൾ, പോലീസ് തുടങ്ങിയവരോട് ആദരവ് പുലർത്താം. അവരോട് പൂർണ്ണമായി സഹകരിക്കാം. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ കോളുകൾ സ്വീകരിക്കുന്നില്ല. തൊഴിലുറപ്പിലുള്ള അക്കമ്മയുടെ എല്ലാം തൊള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നില്ലേ, ഇവിടെ വന്ന നാട്ടുകാരെല്ലാം കൊല്ലിക്കാൻ വേണ്ടി ഓരോരുത്തന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ആവശ്യമില്ല. നീ ആശുപത്രിയിൽ നിന്ന് ചാടിയല്ലേടാ വന്നത്? അവിടെ നില്ലേ. ഉള്ള മൂടും പോയി. 3 ആഴ്ച വരെ ഞാൻ മെഡിക്കൽ കോളേജിൽ കിടന്ന് എൻ്റെ അസുഖം മാറിയിട്ടാണ് ഞാൻ പുറത്തിറങ്ങി. അവിടെ നിന്ന് അവരെന്നോട് പറഞ്ഞത് 28 ദിവസം വരെ ക്വാറന്റൈൻ കിടന്നാൽ മതിയെന്ന്. എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ 40 ദിവസം ഞാൻ ക്വാറന്റൈൻ കിടന്നു. ഇപ്പോൾ വീട്ടിലെ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയത്. അപ്പോൾ എൻ്റെ അസുഖം മാറി. എൻ്റെ അസുഖങ്ങൾ തൽക്കാലം മാറി. നിങ്ങളായിട്ട് വരുത്തായിരുന്നാ മതി. നിങ്ങൾ എന്നെക്കുറിച്ച് ഇതൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് ഈ കൊറോണയുടെ നിയമം ഒന്നും ബാധകമില്ലേ? ഇവിടെ ഉണ്ടായിരുന്ന ഒരേ ഒരു കൊറോണ രോഗി നീയാണ്. നിന്നെ അങ്ങ് ക്വാറന്റൈനിൽ കൊണ്ടിട്ട് പിന്നെ നമ്മളെന്തിനു മേടിക്കുന്നു? അണ്ണാ, ഇത് തന്നെ ഞാനും വിചാരിച്ചത്. ആരോഗ്യ പ്രവർത്തകരൊന്നും പറയണം ഞാൻ കേൾക്കാതെ ഓരോ വീട്ടിലും ഇറങ്ങിയും കയറിയും നടന്നു. ഈ കൊറോണ വൈറസിനെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അനുഭവിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ എന്തോ ഭാഗ്യം കൊണ്ടും എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടും എനിക്ക് ആ അസുഖം മാറി. ഈ ഓരോ രോഗികളെയും രക്ഷപ്പെടുത്താൻ വേണ്ടി ഡോക്ടർമാരും നഴ്സുമാരും പെടുന്ന പാടുണ്ട്. ആരോഗ്യ പ്രവർത്തകർ പറയണ ചേട്ടന്മാർ കേൾക്കണം. ഈ കൂട്ടം കൂടി ഇരിക്കാതെ വീട്ടിൽ പോകാൻ നോക്ക്. സാറേ, മെമ്പർ എന്താടാ വിളിച്ചേ? മെമ്പറെ, ഈ കൊറോണ പിടിച്ച ആശുപത്രിയിലായ അനീഷ് അവ ഇവിടെ കിടന്ന് കറങ്ങണമുണ്ട്. എന്തൊരു ചെയ്യണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് മെമ്പറെ വിളിച്ചത്. അസുഖവും ഭേദമായി 10 ദിവസം ക്വാറന്റൈൻ കഴിഞ്ഞു. ഇനിയെങ്കിലും അവനെ വെറുതെ വിടടേ. ഈ കാണിക്കുന്ന ആത്മാർത്ഥത സ്വന്തം കാര്യത്തിലായിരുന്നെങ്കിൽ കുടുംബവും നന്നായേനെ, നാട്ടുകാരും നന്നായേനെ. അതെ, ഞാൻ വിളിച്ചതേ വൈകുന്നേരം 6 മണിക്ക് പന്തംകുളത്തി പ്രകടനമുണ്ട് ജംഗ്ഷനിൽ. പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകരെയും വിളിച്ചോണ്ട് അവിടെ എത്തിക്കോളും. ഫോൺ ഞാനിട്ട് ഞാൻ മെമ്പറോട് പറയാം. മെമ്പറേ, നമ്മൾ ആ കൊറോണ അവിടെ കിടന്നില്ലേ മറ്റേ അനീഷ്, അവൻ ഇവിടെ കുറച്ച് നേരം വന്ന് പ്രസംഗിച്ച് നമ്മളെ പേടിപ്പിച്ചിട്ട് പോയി. പിന്നെ നിങ്ങളെ വക കുറേ തള്ളൽ നമ്മൾ കേട്ട്. ഇത് രണ്ടും കൂടിയൊക്കെ വെച്ച് നോക്കുമ്പോഴേ നമ്മളെയൊക്കെ ജീവിതം കയ്യാലെ പുറത്തിരിക്കുന്ന തേങ്ങ പോലായി. മെമ്പറേ, ഈ പുര കത്തണ സമയത്ത് തന്നെ വാഴ വെട്ടണം. അപ്പോൾ ഒരു കാര്യം ചെയ്യ്, എണീക്ക്. ഇതൊന്നും എടുക്കില്ലേ നീയൊക്കെ? നാളെ ഉണ്ടാക്കിയല്ലോ. മെമ്പർ പറഞ്ഞതിലും കാര്യമുണ്ട്. നമുക്ക് വേണ്ടി, നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി, നമ്മുടെ നാട്ടിന് വേണ്ടി നമുക്ക് ഇനിയെങ്കിലും കുറച്ച് ആത്മാർത്ഥത കാണിക്കാം. ഏത് വൈകിട്ട് 2 അടിക്കാന്ന് പറഞ്ഞ് വെച്ചിരുന്ന സാധനം കൈ നീട്ടണ നീട്ട്. നിനക്കിതൊരു കാര്യം പിടികിട്ടില്ലേ? ഇത്രയേ ഉള്ളു പരിപാടി. ഇങ്ങനെ പോലീസിന്റെ ഡ്രോണാണ്ടാ നോക്കി വാടാ ഇങ്ങോട്ട്.
നേരെ 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 നോക്കി